Jungle. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിവാദം സൃഷ്ടിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വീഡിയോയിൽ ഇപ്പോൾ വീണ്ടും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. OTA-KTA എന്നുള്ള ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ചർച്ചകളും ഇപ്പോൾ കേസും ആയ സ്ഥിതിക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു കേസാകാൻ ആരാണ് പ്രേരണ നൽകിയത്? അത് നമുക്ക് ഈ വീഡിയോയുടെ ഒടുവിൽ അതും ഞാൻ സമർത്ഥിക്കുന്നുണ്ട്. ഇതെന്താണ് ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെക്കുമ്പോൾ അത് ചില ആളുകൾക്കെങ്കിലും അതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഇത് സമർത്ഥിക്കാം എന്ന് പ്രതീക്ഷിച്ചത്. ഇതില് വളരെയധികം ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും, ചില ആളുകൾക്ക് അനുകൂലമായ തീരുമാനമുണ്ട്, ചില ആളുകൾ നിഷ്പക്ഷമായും നിലനിൽക്കും എന്ന് നന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം കൊള്ളയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നത് എന്ന് വർഷങ്ങൾ കൊണ്ടുള്ള അനുഭവ സമ്പത്തിൽ നമുക്കെല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഭരിക്കുന്ന CPM ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രസിഡന്റുമാര്, പത്മകുമാറും വാസു എന്ന് പറയുന്ന രണ്ട് പ്രസിഡന്റുമാര് ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഈ അവസരത്തിലാണ് ഇതിന്റെ ബാക്കിയുള്ള ആളുകളെ കൂടി, കാരണം ദേവസ്വവുമായി ബന്ധപ്പെട്ട് പോറ്റിയോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആ ദിനങ്ങളിലാണ് OTA-KT എന്നുള്ള ഒരു ഗാനം ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. എന്തായാലും ഈ ഗാനത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ പബ്ലിസിറ്റിയും അതിന്റെ പരസ്യവും ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ മുന്നിൽ MP-മാര് നടത്തിയ ഒരു സമരത്തിലാണ് ഇത് ലോക ശ്രദ്ധയിലേക്ക് വന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമായിട്ടാണ് നമ്മളിതിനെ കാണാൻ കഴിഞ്ഞത്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പസ്വാമിയെ കോമഡിവൽക്കരിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്നതിൽ ഭക്തർക്കുള്ള വലിയ വേദനയാണ് അതിൽ നിന്ന് പ്രതിഫലിച്ചിട്ടുള്ളത്. എന്നോടൊപ്പം അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഇതിന്റെ ഭക്തി എന്നുള്ള ആ ഒരു ദുഃഖത്തിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ് ആ ഒരു കേസിന് ആസ്പദമായി വന്നിട്ടുള്ള കാരണമായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയുടെ ഒടുവിൽ പറയാം എന്ന് പറഞ്ഞത് തന്നെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്താവ് അയ്യപ്പൻ എന്നുള്ള രണ്ട് വാചകങ്ങൾ അല്ലെങ്കിൽ രണ്ട് വേർഡുകൾ മാത്രം ഈ പാട്ടിൽ നിന്ന് മാറ്റണം എന്നാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈബർ ക്രൈമില് ഒരു കേസ് വരാനുള്ള കാരണം. അതുമായി ബന്ധപ്പെട്ട് പല ഗാനങ്ങളും ഇവിടെ പല സമയങ്ങളിലായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും അയ്യപ്പന്നോ ശാസ്താവെന്നോ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പാട്ടുകൾ മാത്രമല്ല പല പാട്ടുകളും അങ്ങനെ പാടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പാട്ടിലും ശാസ്താവെന്നോ അയ്യപ്പനോ എന്ന് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കാണാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ കേരളത്തിൽ തന്നെ ഒരു സമയത്ത് മറ്റൊരു മതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, ഒരു മാഷിന്റെ കൈവെട്ടിയ കഥ തന്നെ നമുക്കറിയാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു വാചകം മാത്രം, ഒരു പേര് മാത്രം ഉപയോഗിച്ചൊരു കഥ എഴുതിയപ്പോൾ ജോസഫ് മാഷ എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ കൈവെട്ടുന്ന കാലഘട്ടം നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതിന് എത്രമാത്രം മാറ്റമാണ് കേരളത്തിൽ വന്നത് എന്ന് നമ്മൾ അതിൽ കൂടെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് പാർലമെന്റിന്റെ മുന്നിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്
നമുക്ക് കേരളത്തിലെ എല്ലാ MP-മാരും കൂടി അവിടെ സമരം നടത്താൻ വേണ്ടി ചെല്ലുന്ന ആ ഒരു വേളയിലാണ് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്ന സമയത്ത് അതിൽ ചില MP-മാര് അതിലെ ചെറിയ അനക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിലെ രണ്ട് MP-മാര് ആ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ആ പാട്ടിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ പാട്ടിൽ അയ്യപ്പനെന്നും ശാസ്താവെന്നും പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ രണ്ട് വാചകം ഉപയോഗിച്ചപ്പോൾ അത് പാടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ രണ്ട് MP-മാർ അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ ഇത് എത്ര അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് ഈ സമൂഹം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് തന്നെ പറയാം. പക്ഷേ എന്നെ പോണക്കുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റൊരാളിനെ പോലുള്ള ആളുകൾ ഇത് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പാട്ടിന്റെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആരുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കേസെങ്കിലും കൊടുക്കണം എന്നുള്ള തീരുമാനവും എടുത്തിട്ടുള്ളത്. അതിനാണ് ആരാണ് പ്രേരിപ്പിച്ചത് എന്ന് ഈ വീഡിയോയുടെ ഒടുവിൽ പറയണം എന്ന് തന്നെ തീരുമാനിച്ചത്. ഇവിടെയുള്ള പാട്ടില് ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് തന്നെ ആ പാട്ട് പാടട്ടെ. കാരണം കൊള്ള നടത്തി അയ്യപ്പ ഭഗവാന്റെ സ്വത്ത്, സ്വർണ്ണപ്പാളി, കട്ടള എന്നിവയെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഈ വേളയിൽ ഈ പാട്ട് പാടി തന്നെ ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലും ഈ കളവ് കയറട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ആ കളവ് കയറുന്ന സമയത്ത് അയ്യപ്പനും ശാസ്താവും എന്നുള്ള ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് പാടണം എന്ന് മാത്രമാണ് ഒരു കേസിൽ കൂടി നമുക്ക് ആവശ്യപ്പെടാനായിട്ട് വന്നത്. കാരണം അത് ഇന്ന് ഈ രീതിയിലുള്ള ഒരു പാട്ട് വന്നാൽ നാളെ മറ്റു രീതിയിലും പല കോമഡി ഭാഗങ്ങളിലും ലോക പ്രശസ്തമായ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആരാധിക്കപ്പെടുന്ന ഈ അയ്യപ്പ ഭഗവാന്റെ പേരുകൾ വെച്ചുകൊണ്ടുള്ള പാട്ടുകൾ വന്നാൽ ഒരാളുകൾക്കും അതിനെ സംബന്ധിച്ച് ഒരു മറുപടി പോലും പറയാനൊക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് പാടട്ടെ, എല്ലാ ആളുകളും ഇത് അറിയട്ടെ. പക്ഷെ ആ വാക്കുകൾ രണ്ടെണ്ണം മാറ്റി അതിന് പകരം എന്തെങ്കിലും ഇതേ രീതിയിൽ ഒരു ധ്വനിയുള്ള ഏതെങ്കിലും വാക്കുകൾ ചേർത്തുകൊണ്ട് ഈ പാട്ടുകൾ വീണ്ടും അത് വളരെയധികം മേഖലകളിൽ പ്രചരിപ്പിക്കട്ടെ, എല്ലാ ആശയങ്ങളും ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതിനെ 100% അനുകൂലിക്കുകയാണ്. ഞാൻ കേസ് കൊടുത്തപ്പോൾ മുതൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട രണ്ട് കാര്യം ഈ രണ്ട് വാചകങ്ങൾ മാറ്റുക എന്ന് മാത്രമാണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിന് രാഷ്ട്രീയ മുഖം നൽകിക്കൊണ്ട് ഇതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ് ഇതിന് മറ്റൊരു മാനം വന്നത് എന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങൾക്ക് എന്നെ പൊങ്കാലയിടാം, ഏത് രീതിയിലും അനാവശ്യമായോ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പദപ്രയോഗമോ ഒക്കെ നിങ്ങൾക്ക് നടത്തുവാൻ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, ഒരിക്കലും ഈ രീതിയിലുള്ള അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചുള്ള വേടുകൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ നിർമ്മിക്കുന്നതിനെ നഖശികാന്തം എതിർക്കുവാൻ ഈ നാട്ടിലൊരു വലിയ സമൂഹം തന്നെ ശബ്ദം മുന്നിലേക്ക് വരാതെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സൈബർ പോരാളികൾ എന്ന് പറയുന്നത് പോലെ സൈബർ ഇടങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ സ്ഥിരമായി എല്ലാ കാലങ്ങളിലും എന്തിനും അഭിപ്രായം പറയുന്ന ഒരുപറ്റം ആളുകൾ ഇന്ന് പൊതുവായി നിൽക്കുന്നവരെ അവർക്ക് ഈ രീതിയിൽ പൊങ്കാല ഇടുന്നതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇവിടെ ഒരു വലിയ സമൂഹം, അതിനപ്പുറത്ത് ഇതെല്ലാം വേദനയോടുകൂടി കടിച്ചമർത്തി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന് ഈ പറയുന്ന ശബരിമലയുമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഫോൺ കോളുകളും അഭിപ്രായങ്ങളും കാണുമ്പോൾ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇതിനു വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും ഗീതയിൽ പറയുന്നത് പോലെ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലം ഏത് രീതിയിലും അനുഭവിക്കുക എന്നുള്ളത്, അത് നല്ലതായാലും ചീത്തയായാലും അനുഭവിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു മടിയും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. നമുക്ക് തന്നെ അറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ SITയുടെ അന്വേഷണം തന്നെ മോശമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കോടതി ഇന്ന് EDക്ക് വേണ്ടി കൈമാറിയിരിക്കുന്ന ഈ അവസരത്തിൽ ഈ മഹാവൃക്ഷത്തിന്റെ, ഈ കൊള്ള നടന്ന മഹാവൃക്ഷത്തിന്റെ തായ്വേര് വരെ പറിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് 100% ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും മറ്റുള്ള മതസ്ഥരും ഇത് ആഗ്രഹിക്കുന്നു. കാരണം ഈ അത്ര വലിയ കൊള്ളയാണ്, ദൈവത്തിന്റെ
സ്വത്തുക്കൾ കൊള്ളയടിക്കുക എന്ന് പറയുമ്പോൾ അതിലേക്ക് ആരാധനയുടെ ഭാവത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അതിനെ കൊള്ളയടിച്ചു പോകുന്നവൻ ആരായാലും ശരി, അത് 100% നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അത് തുറങ്കലിൽ അടയ്ക്കുന്ന അല്ലെങ്കിൽ ആ നിയമം അനുസരിച്ച് അതിന്റെ പരമാവധി ശിക്ഷ കിട്ടുന്നത് വരെ ഇതിനു വേണ്ടിയുള്ള അന്വേഷണം നടത്തി എല്ലാവരെയും തുറങ്കലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തികളും ഇവിടെ ചെയ്യണം എന്നുള്ളത് 100% നമ്മൾ ഇതിനെ അംഗീകരിക്കുന്നു. അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതിന് എന്ത് തെളിവുകൾ നൽകേണ്ടി വന്നാലും അത് നൽകുവാനും നമ്മൾ എപ്പോഴും തയ്യാറുമാണ്. ഇവിടെ ആർക്കാണ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്ന് നമുക്ക് നന്നായിട്ട് ചില വീഡിയോകൾ കാണുമ്പോഴും ചില ചർച്ചകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും. ഇവിടെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ അയച്ച സമയത്ത് ആ മെയില് മാധ്യമ പ്രവർത്തകരുടെ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ അത് ഒരു മാധ്യമ പ്രവർത്തകൻ അത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ട ജില്ലയുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാമിന്റെ ശ്രദ്ധയിലേക്ക് ആ ഇട്ട മെസ്സേജ് കാണിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം അതിന് ആദ്യത്തെ പ്രചരണം അല്ലെങ്കിൽ ആദ്യത്തെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഞാൻ കൊടുത്ത പരാതി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ജില്ലാ സെക്രട്ടറിയുടെ പരാതി പുറത്തു വന്നപ്പോൾ അത് CPM-മായി ചേർന്നുകൊണ്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നൽകിയത് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പരത്തിയത് എന്നുള്ളത് അത് മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ളതും ഈ ഭക്തജനങ്ങളും ഇത് എന്നെ കേൾക്കുന്നവരും ഇതിനു മുമ്പ് ഇതിന് അഭിപ്രായം കണ്ടിട്ടുള്ളവർക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ അഭിപ്രായവും ഇവിടെ രേഖപ്പെടുത്തിയത്. കാരണം ഇതില് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് യാതൊരു രീതിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അവിടെ ഒരാളിനും പിണിയാതാകുന്നതിനും ചട്ടുകമാകുന്നതിനും ഇന്നുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല എന്നുള്ളത് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കറിയാം. പക്ഷേ ആളുകൾക്ക് ഇത് കാണുമ്പോൾ അവരുടെ അറിവിന്റെയോ അല്ലെങ്കിൽ ഇത് കേട്ടതിന്റെയോ ഒരു വ്യത്യാസമാകാം ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ വഴിമാറിപ്പോയത് എന്നുള്ളതിനും സംശയം വേണ്ട. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പല വിഷയങ്ങളും ആദ്യമേ തന്നെ പ്രതികരിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക്, കാരണം യുവതീ പ്രവേശന സമയത്തും ആദ്യത്തെ യുവതികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ഉപവാസം നടത്തുന്നതിന് വേണ്ടി പന്തളത്തെ കേസ് വിധി പറഞ്ഞതിന്റെ 2ാമത്തെ ദിവസം ഉപവാസം ആരംഭിച്ചിട്ടുള്ളത് ഞാൻ കൊണ്ടുപോയിട്ടുള്ള വ്യക്തികളെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നിലയ്ക്കൽ സമരം നടത്തിയ സമയത്തും അതേ രീതിയിൽ തന്നെയാണ് ആദ്യത്തെ സമരത്തിന് ബാനർ അടിച്ചുകൊണ്ട് കുടിലുകെട്ടി സമരം എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിന് തുടക്കം കുറിച്ചതിനും ഞാൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെയാണ് വാജിവാഹനം, അതുപോലെ ഇറിഡിയത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളും ചാനൽ ചർച്ചകളിൽ കൂടി ഭഗവാന്റെ സ്വർണ്ണക്കൊള്ളകൾ നടത്തിയതിനെ സംബന്ധിച്ചും പുറം ലോകത്തോട്ട് ഒരു മടിയും കൂടാതെ സംസാരിച്ചിട്ടുള്ളതും ഞാൻ തന്നെയാണ്. അങ്ങനെ ഒരു പ്രവർത്തനവുമായി നിൽക്കുന്ന സമയത്ത് ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പനെയും ശാസ്താവിനെയും വളരെ കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പാരഡി നടത്തുമ്പോൾ ആ പാരഡി ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതേ രീതിയിലുള്ള ഒരു പരാതി കൊടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ആരാണ് അത് ആ കാര്യങ്ങൾക്ക് പ്രേരണ നൽകിയത് എന്നുള്ളതാണ് ഞാൻ ഒടുവിൽ പറയാം എന്ന് തന്നെ പറയാനുള്ള കാരണം. പ്രധാനമായിട്ടും നമുക്ക് പറയാം, വീരമണി എന്ന് പറയുന്ന അദ്ദേഹം പാടിയിട്ടുള്ള ഈ പാട്ടിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന്റെ കാഴ്ചപ്പാടുകൾ ഒന്നും പോകാതെ ഈ മോഷണവുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാരണങ്ങളും പോകാതെ തന്നെ ഈ സമൂഹത്തിൽ അങ്ങേയറ്റം പ്രചരിക്കട്ടെ എന്നത് തന്നെയാണ് എന്റെ ആഗ്രഹം. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചട്ടുകമായി നിന്നുകൊണ്ട് ഒരിക്കലും പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ ഇഡിക്ക് മുന്നിലും പൂർണ്ണമായിട്ടും തെളിഞ്ഞു വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഇതിന്റെ നാരായ പേര് എല്ലാ സ്ഥലത്തു നിന്നും ഇത് പിഴുതെടുക്കുവാനായിട്ട് അവർക്കും ഇതിനു വേണ്ടിയുള്ള ശക്തി നൽകട്ടെ, ഈ SITക്കും അതിനുവേണ്ടിയുള്ള ശക്തി നൽകട്ടെ. ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കോടതിയോടും അതിനുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള ആദ്യമായിട്ടുള്ള ഒരു പ്രതികരണം എന്നിലേക്ക് കടന്നു വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. പാർലമെന്റിലുള്ള ഈ നടന്ന MP-മാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിന്റെ വാർത്ത ഹിന്ദി ചാനലുകളിൽ വരുന്ന സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മളിലേക്ക് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങളൊക്കെ അയ്യപ്പ ഭക്തന്മാരായിട്ട് ഇരുന്നു കൊണ്ട് അയ്യപ്പ ഭഗവാനെ കോമഡി വേഷം കെട്ടിക്കുന്ന ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നിങ്ങളെപ്പോണക്കുള്ളവർ എന്തുകൊണ്ടാണ് ഒരു
കേസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ആ കേസ് എന്തുകൊണ്ട് ഒരു കേസെങ്കിലും നിങ്ങൾക്ക് കൊടുത്തുകൂടാ എന്ന് ആ ഭക്തന്മാർ ആവശ്യപ്പെടുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർക്ക് ഈ പാട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാകാം. പക്ഷേ ഭാവി ചിന്തിക്കുന്നവർക്ക്, സമൂഹത്തെ ചിന്തിക്കുന്നവർക്ക്, നാളെ ഒരു പുതു തലമുറയെ ചിന്തിക്കുന്നവർക്ക്, കുട്ടികളുടെ മനസ്സിൽ വരെ ഈ നല്ല ഭക്തിഗാനം ഇതേ രീതിയിൽ കോമഡിയായിട്ട് ചിന്തിക്കുന്ന അവസരത്തിൽ അവരുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരുമ്പോൾ അതിനൊരു വേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അയ്യപ്പനും ശാസ്താവും ഉപയോഗിക്കുന്നു എന്നുള്ള ആ ആളുകളുടെ മനസ്സിലെ പ്രേരണയാണ് നമ്മളെ കൊണ്ട് ഈ കേസ് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ ഞാൻ കൊടുത്ത കേസ് അത് പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ നടത്തിയ ആ ഒരു വാചകമാണ്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ബൈറ്റുകളാണ് എന്നെ ഈ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ നമ്മുടെ ഈ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അവർ പറയുമ്പോൾ അത് കേൾക്കുവാനുള്ള സന്മനസ്, ആ ഒരു തിരിച്ചറിവ് അതെന്റെ മനസ്സിൽ ഇരുന്നത് കൊണ്ട് തന്നെയാണ് ഒരു മെയിലിൽ കൂടി മാത്രമാണ് ഞാൻ ഈ പറയുന്ന DGPക്ക് ഒരു പരാതി ായിട്ട് അയച്ചിട്ടുള്ളത്. അതിനെ ഒരിക്കലും മറ്റൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ ഇതേ രീതിയിലേക്ക് ഏറെ നമ്മളെ കയറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഇത് ഇത്രയും വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ലോകം ചർച്ച ചെയ്യപ്പെട്ടു, ലോകം അറിയപ്പെട്ടു. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറുവാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനുവേണ്ടി ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഞാൻ അതിനുള്ള കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മൊഴിയും എനിക്ക് കൊടുക്കുവാൻ സാധിച്ചു. അതിന്റെ ബാക്കി കാര്യങ്ങൾ നിയമമുണ്ട് എങ്കിൽ അതിന് നിയമപരമായിട്ട് സർക്കാർ, ഞാൻ കൊടുത്തിട്ടുള്ള പോലീസാണ് അതിന് നീങ്ങേണ്ടത്. അതിന് നിയമമില്ലെങ്കിൽ അവർ നിയമപരമായിട്ട് എന്നെ അറിയിക്കട്ടെ, ഞാൻ അതിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഡൽഹിയിൽ നടന്ന ആ സമ്മേളനത്തിൽ നിന്ന് കേരളത്തിലെ 2 MP എന്തുകൊണ്ടാണ് മാറി നിന്നത്? ആ പാട്ടിൽ അയ്യപ്പനും ശാസ്താവും ഉള്ളത് കൊണ്ടല്ലേ മാറി നിന്നത് എന്നുള്ള ആ ഒരു ചോദ്യം എന്നും നിങ്ങളുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് മാറട്ടെ. അതുപോലെ തന്നെ ഒരു പേരുപയോഗിച്ചപ്പോൾ ഒരു മാഷിന്റെ കൈ പോയതിനെ സംബന്ധിച്ചും ആ ചോദ്യചിഹ്നവും നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ. ഈ പാട്ടുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇതെല്ലാ ആളുകളിലേക്കും പ്രചരിക്കട്ടെ. ഈ കൊള്ളക്കാരെ, കള്ളന്മാരെ ഇത് പുറത്തു കൊണ്ടിരുന്നതിന് പല പാട്ടുകളും വരട്ടെ. അതിനൊന്നും ദയവ് ചെയ്തിട്ട് അയ്യപ്പനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്താവെന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലോകമറിയപ്പെടുന്ന ഈ ഭഗവാനെ അതിനകത്ത് ഉൾപ്പെടുത്തരുത് എന്നുള്ളൊരു അപേക്ഷയോടുകൂടി തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.